23 സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലം നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് 23 സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനം ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരും കാണാപ്പാഠം പഠിക്കുന്ന 6 വാക്യങ്ങൾ അടങ്ങിയ ഹല്ലേലൂയ, എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഇതിനെ ഇടയ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. യഹോവ തന്നെ, കർത്താവ് തന്നെ ഇടയനായും ഹല്ലേലൂയ ആടും എല്ലാമായി ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. പ്രിയ മക്കളെ, 1-ാമത്തെ വാക്യത്തിൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. തന്റെ ജനത്തെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഇടയനായി യഹോവയെ നമുക്ക് പല ഭാഗങ്ങളിലും നമുക്ക് വേദപുസ്തകം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, മരുഭൂപ്രയാണത്തിൽ 40 വർഷം മരുഭൂമി യാതൊന്നിനും ഇസ്രായേൽ മക്കൾക്ക് കുറവ് വന്നില്ല. ഹല്ലേലൂയ. കർത്താവപ്പച്ചൻ ഒന്നിനും മുട്ടുവരുത്താതെ നടത്തുന്ന ഒരു നല്ല ഇടയനാണ്. ഹല്ലേലൂയ. ഒരു ഇടയൻ തന്റെ ആടിന് വേണ്ടുന്നതായ, അതിന് വേണ്ടുന്ന എന്തൊക്കെയാണോ, എവിടെ മേയുവാൻ, വിശ്രമിക്കുവാൻ എവിടെയൊക്കെ വിടണമോ അതെല്ലാം നടത്തി കൊടുക്കുന്ന നല്ലൊരു പിതാവാ. അതുകൊണ്ട് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ ദൈവമക്കളെ, ആടുകളെ ഇടയൻ എങ്ങനെ നയിക്കുന്നത് പോലെ, അതായത് നീർച്ചാലുകളിലേക്ക് യഹോവ തന്റെ ഭക്തനെ നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള നീർച്ചാലുകളിലേക്ക്, അതായത് ആഴമില്ലാത്ത ഒഴുക്കില്ലാത്ത സ്ഥലത്തേക്കാ ഇടയൻ തന്റെ ആടുകളെ നയിക്കുന്നത്. ചിലയിടങ്ങളിൽ ആഴമുള്ള കിണറുകളിൽ നിന്ന് വേണം വെള്ളം കോരി ഇടയൻ തന്റെ ആടുകൾക്ക് കുടിക്കുവാൻ കൊടുക്കുവാൻ. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തില് ആ റിബേക്ക വെള്ളം കോരുവാൻ കിണറിന്റെ അരികെ വന്നപ്പോഴാണ് അബ്രഹാമിന്റെ ദാസൻ കാണുക ഇസ്ഹാക്കിന് യാക്കോബിനെ ഇസ്ഹാക്കിന് റിബേക്കയെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇടയന്റെ സാന്നിധ്യം കൊണ്ടും അവന്റെ കരുതൽ ഉള്ളത് കൊണ്ടും യാതൊരു ഭയവും കൂടാതെ സ്വസ്ഥമായി കിടക്കുവാന് ഈ ആടുകൾക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പച്ചയായ പുൽപ്പുറങ്ങളിൽ ധൈര്യത്തോടുള്ള വിശ്രാമം അവർ അനുഭവിക്കുന്നു. നമ്മയും അതുപോലെയാണ്. നമ്മുടെ അപ്പൻ നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഹല്ലേലൂയ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നല്ല ഇടയൻ തന്റെ ശക്തിയും കൃപയും നൽകി എന്റെ പ്രാണന് ഊർജവും ഉണർവും നൽകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ എന്നെ നടത്തുന്നു. നല്ല ഇടയനായ യഹോവ നേരെയുള്ള പാതകളിൽ എന്നെ നടത്തുന്നു. ഞാൻ ഇടയനെ അനുഗമിക്കുകയും അവന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം 3-4 വാക്യങ്ങളിൽ ഞാൻ അന്യന്മാരുടെ ശബ്ദം കേൾക്കയില്ല എന്നാ. ഹല്ലേലൂയ. നോക്കൂ, 10-ാം 3 മുതലുള്ള വാക്യം നോക്കുമ്പോൾ അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ നല്ല പാതയിലൂടെ നടത്തുന്ന നല്ലൊരു ദൈവം. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ പറയുന്ന, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നോക്കൂ, അനർത്ഥവും ഭയപ്പെടാതെ. കൂരിരുൾ താഴ്വര കൊണ്ട് ഉദ്ദേശിക്കുന്നത്
മരണനിഴൽ പോലെ ഭയാനകവും ഇരുട്ടും ഹല്ലേലൂയ അടങ്ങിയ താഴ്വര എന്നാണ് പ്രിയ മക്കളെ. ആപത്തിന്റെയും വൈഷമ്യത്തിന്റെയും മരണത്തിന്റെയും സമയത്ത് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യം വരുമ്പോഴും നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ഞാനൊരു ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ഹല്ലേലൂയ അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് പ്രിയ മക്കളെ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വടി ഇത് നീളം കുറഞ്ഞതാ, സ്വയരക്ഷയ്ക്കും അച്ചടക്കത്തിനും വേണ്ടിയുള്ള ആയുധമാണ്. ദൈവത്തിന്റെ ശക്തിയെയും ബലത്തെയും അധികാരത്തെയും കാണിക്കുന്നതാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. കോൽ അല്പം കൂടെ നീളമുള്ളതും അറ്റം വളഞ്ഞതുമായ ഒരു വടിയാ. ഇത് ആടിനെ ഇടയന്റെ അടുത്തേക്ക് വരുത്തുന്നതിനും ശരിയായ വഴിയിൽ അതിനെ നടത്തുന്നതിനും അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നതിനും ഉറപ്പ് തരുന്നതാണ് അവന്റെ വടിയും കോലും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊഴുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇടയൻ തന്റെ ആടിന് ഹല്ലേലൂയ അതിന് ശത്രുക്കളുടെ സാന്നിധ്യത്തിലും സമൃദ്ധമായ ഭക്ഷണം നൽകി മേശ ഒരുക്കി കൊടുക്കുന്ന അപ്പന. ഹല്ലേലൂയ. നോക്കൂ, തന്റെ ആടിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും അവയെ വേണ്ടുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആടുകൾ സുരക്ഷിത ബോധത്തോടെ സമൃദ്ധിയായ ആഹാരം കഴിക്കുന്നു. കൂടാതെ എന്റെ ജീവനായും ആത്മാവിനെയൊക്കെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ആ മധ്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നല്ല ഇടയൻ ചൊരിഞ്ഞ ആ രക്തവും തകർത്ത് ഹല്ലേലൂയ തന്റെ ശരീരത്താലുള്ള സംരക്ഷണവും വിശ്വാസത്തോടും സ്തോത്രത്തോടും കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കെടുക്കുന്ന നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഇന്ന് ഹല്ലേലൂയ പ്രിയ മക്കളെ, ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ ചർച്ചിലൊക്കെ ചെന്ന് ഹല്ലേലൂയ തിരുവത്താഴ് ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ നല്ല ഇടം ചൊരിഞ്ഞ ആ രക്തവും തകർക്കപ്പെട്ട തന്റെ ശരീരത്താലുള്ള സംരക്ഷണവും ഹല്ലേലൂയ അത് നമ്മുടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കെടുക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് ശരീരാത്മ ദേഹികളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകിയ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. സമൃദ്ധിയാൽ നിറഞ്ഞു കവിയുന്ന പാനപാത്രം ആഹാരം കൊണ്ടും പാനീയം കൊണ്ടും സമൃദ്ധിയാൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. അതതിന്റെ ആഹാരം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇടയന്റെ പാനപാത്രം ഹല്ലേലൂയ അത് നിറഞ്ഞു കവിയുന്നതാ. ആടുകൾ ഇതിൽ നിന്നും കുടിക്കുന്നത്. ഹല്ലേലൂയ. ഈ പാനപാത്രം നിറഞ്ഞു കവിയുന്ന അനുഭവം എപ്പോഴും കാരണം യഹോവയുടെ സംരക്ഷണയില. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. 6-ാം വാക്യം പറയുന്നുണ്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹവും ദയയുമാണ് കരുണ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നല്ല ഇടയനായ ദൈവത്തെ അനുഗമിക്കുന്നത് കൊണ്ട് എനിക്ക് നിരന്തരമായ സഹായവും കരുണയും ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് ആടുകൾക്കുള്ളത്. ഹല്ലേലൂയ. എന്തു സംഭവിച്ചാലും സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന നല്ല ഇടയനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് റോമർക്കെതിരെ ലേഖനം 8:28 പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ മക്കളെ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് നമ്മുടെ ജീവിത അന്ത്യം വരെ നന്മയും കരുണയും നമ്മെ ഹല്ലേലൂയ പിന്തുടരും. ഹല്ലേലൂയ. അവസാനമായി പറയുക, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. നന്മയും കരുണയും നമ്മെ പിന്തുടരുമ്പോൾ അടുത്ത ജീവിതത്തിലും ദൈവത്തിന്റെ ആലയത്തിൽ എന്നേക്കും വസിക്കുവാനുള്ള ഉറപ്പ് തരിക. ഹല്ലേലൂയ. അതായത് ഞാൻ കർത്താവിനോടുകൂടെ ഒരു ദിവസം ആയിരിക്കും. ഹല്ലേലൂയ. അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണേനെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഹാലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഈ വാക്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് ആ സ്ഥലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. ഹാലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഹാലേലൂയ. ഏതൊരു ദൈവവിശ്വാസിക്കും പറയുവാൻ പറ്റുന്ന ഒന്നാ, യഹോവയാണ് എന്റെ ഇടയൻ. ഹാലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ വെച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് പിടിക്കാം. കർത്താവിനെ തന്നെ ഹാലേലൂയ അടിസ്ഥാനമിട്ട കർത്താവിന്റെ പദപീഠത്തിൽ നമുക്കായിത്തീരാം. ദൈവം നമുക്ക് വേണ്ടുന്നത് എല്ലാം നൽകി തരിക. ഹാലേലൂയ. സ്വസ്ഥതയുള്ള ഹാലേലൂയ അപ്പച്ചൻ നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്കാണ് നടത്തുന്നത്. ഹാലേലൂയ. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നീതിപാതകളിൽ നടത്തുന്ന അപ്പൻ. ഹല്ലേലൂയ. എന്ത് വന്നാലും ഭയപ്പെടാതെ നടത്തുവാൻ ശക്തനായ അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ താഴ്ത്താം. ഹാലേലൂയ. ആശ്വാസം തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കായിത്തീരാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹാലേലൂയ ഒന്നിനും കുറവ് വരാതെ ഹാലേലൂയ യഹോവ എന്റെ ഇടയനാകുന്നുവെന്ന് എല്ലാവർക്കും പറയുവാൻ ഇടയാക്കണമേ കർത്താവെ. കരങ്ങളിൽ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഹാലേലൂയ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും കർത്താവിനെ പിന്തുടരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.